കുറച്ച് കൂടുതൽ ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണേ. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുപോലും എനിക്ക് മിസ്സാക്കാൻ പറ്റാത്ത കാര്യങ്ങളാട്ടോ ഈ വീഡിയോയിലുള്ളത്. 3 വർഷം കൂടുമ്പോൾ മാത്രം വരുന്ന ഉത്സവം കാണാൻ വേണ്ടിയിട്ട് അമ്മമ്മ വീട്ടിലേക്ക് പോയതാണേ. അപ്പൊ അവിടെ പൂരമായിരുന്നു. പൂരത്തിന് പൂ ഇടുന്ന ഒരു ചടങ്ങുണ്ട്. കുഞ്ഞു കുട്ടികളാണ് അത് ഇടുക. അപ്പൊ അമ്മയും കുഞ്ഞും കൂടി അത് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഉത്സവം കാണാൻ പോയതുണ്ട്. തെയ്യം ഉണ്ട് കേട്ടോ. തെയ്യം കാണാൻ ഞാൻ നിന്നിട്ടില്ല. പിന്നെ ഈ പൂരത്തിന് 3-ാമത്തെ ദിവസം കാമനെ പറഞ്ഞയക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ അതൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുറച്ച് വലിയ വീഡിയോ ആണ് ഇത്. നാട്ടിലുള്ള ഒരു കാവും ഞാനിത് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അമ്മമ്മ വീടിന്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളാണ് കേട്ടോ ഇതിലൊക്കെ ചെയ്തത്. കാമദേവൻ കാമനെ പറഞ്ഞയക്കുമ്പോൾ ഒന്നുകിൽ അടയുണ്ടാക്കും, അല്ലെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കും. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് ഉണ്ണിയപ്പമാണ്. ഇത് ഉത്സവത്തിന്റെ തുടക്കമാണ് കേട്ടോ. ഞാൻ ഉത്സവം കാണാൻ നിന്നിട്ടില്ല. പിന്നെ ആവിയിലപ്പം എന്ന് പറയുന്ന ഒരു പലഹാരമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുമോ? ഇതെല്ലാം കൂടി ചേർത്തിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. കോഴിക്കോട് നിന്ന് 6:10 ട്രെയിനിലാണ് നമുക്ക് പോകേണ്ടത്. ആ ട്രെയിൻ എപ്പോഴും 6:20 ആകുമ്പോഴേ കോഴിക്കോട് എത്തുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ അതിനാണ് കയറിയിരിക്കുന്നത്. ബുക്ക് ചെയ്തതായിരുന്നു. കോഴിക്കോട് നിന്ന് നമ്മൾ പഴയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഇറങ്ങുക. കയറുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമെങ്കിലും ഏകദേശം ഒരു 5 മിനിറ്റിന്റെ വ്യത്യാസമൊക്കെ പഴയങ്ങാടിയിൽ എത്തുമ്പോൾ ഉണ്ടാവുള്ളൂ. അവിടുന്ന് നമ്മൾ 2-3 ബസ് കയറി പിന്നെ ഒരു ഓട്ടോറിക്ഷയും കയറിയിട്ടാണ് നമ്മൾ വീട്ടിലെത്തുക. ഇവിടെ വന്നപ്പോൾ അമ്മമ്മ ഗ്യാസ് ഇല്ലാത്തതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഇവിടെ ഗ്യാസ് ഇല്ലാത്തതൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ. ഫുൾ കാര്യങ്ങളും അടുപ്പിലാണേ. ഇവിടെ ഗ്യാസ് ഉണ്ട്, സ്റ്റൗ ഉണ്ട്. പക്ഷെ നമ്മൾ ചായ വെക്കുക മാത്രമാണ് അതിൽ ചെയ്യുക. കുടിക്കുന്ന വെള്ളവും അതിൽ വെക്കും. ബാക്കി മുഴുവൻ അടുപ്പിലാണ് കേട്ടോ. ഫുൾ ടൈം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അടുപ്പാണ് ഇത്. ചുമരൊക്കെ പുകയടിച്ചിട്ട് കറുത്തു പോയതാണ് കേട്ടോ. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു 4 കെട്ടുമായിട്ടുള്ള ഒരു പഴയ തറവാടാണ് കേട്ടോ. അമ്മമ്മ പറയുന്ന പ്രകാരമാണെങ്കിൽ ഒരു 300 വർഷമൊക്കെ പഴക്കമുണ്ട് എന്നൊക്കെയാണ് അമ്മമ്മേന്റെ കണക്ക് പറയുന്നത്. അന്നുണ്ടായിരുന്നതിൽ നിന്നും കുറേ ഭാഗങ്ങൾ പൊളിച്ചു നീക്കിയതാണ് കേട്ടോ. ഇപ്പൊ ഉള്ള ഭാഗം അന്ന് ഇതിലും കൂടുതൽ വലുതായിരുന്നു. പിന്നെ ആൾക്കാരുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ഒഴിവാക്കി ഇപ്പൊ ഈ 4 കെട്ടു ചുറ്റുമാണ് കേട്ടോ ഉള്ളത്. 4 ഭാഗത്തുനിന്നും എൻട്രൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഭാഗം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളേ. ഇവിടെ ഒരു 3 വർഷം മുന്നേ വരെ ചാണകം മെഴുകിയെടുത്ത് തന്നെയായിരുന്നു എല്ലാ ഭാഗങ്ങളും. ഇപ്പൊ ഈ കാണുന്ന റെഡ് ഓക്സൈഡ് ഒക്കെ ഒരു 3 വർഷം മുന്നേ ചാണകം മെഴുകിയതാണ്. അത് കഴിഞ്ഞിട്ട് ചാണകം മെഴുകാൻ ആളെ കിട്ടാത്തത് കൊണ്ട് ഇപ്പൊ റെഡ് ഓക്സൈഡ് ഇട്ടതാണ് കേട്ടോ. പക്ഷെ 2-ാം നിലയിൽ ഇപ്പോഴും ചാണകം തന്നെയാണ്. 1-ാമത്തെ നില മാത്രമേ നമ്മൾ റെഡ് ഓക്സൈഡ് ഇട്ടിട്ടുള്ളൂ. മേളിലത്തെ നിലയിൽ അധികം യൂസ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ചാണകം തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഉള്ളത്. ഈ വീടിന്റെ അടുക്കളയും സ്റ്റോർ റൂം പോലത്തെ ഭാഗവും വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫുൾ വീടായി കേട്ടോ. അത്രയും വലിയൊരു വീടാണ്. ഇവിടെ ആളുകൾ വളരെ കുറവാണ് കേട്ടോ താമസം. പണ്ടായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത്. നമുക്ക് സ്വന്തമായിട്ട് കുളമൊക്കെ ഉണ്ട്. ഈ ജനലിൽ കൂടി നോക്കിയാൽ ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. അന്ന് ഞാൻ മഴക്കാലത്ത് വന്നപ്പോൾ ഉള്ള വീഡിയോ ആണ് എടുത്തത്. ഇപ്പോൾ ഒക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. മാർച്ച് മാസത്തിലാട്ടോ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. നമ്മളെ കുളത്തിലെ വെള്ളമൊക്കെ കുറഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഫുൾ ഇരുട് തന്നെയാണ്. ഇതാണ് കേട്ടോ നമ്മളെ അടുക്കളയൊക്കെ കുറച്ച് മെസ്സിയാണ്. അമ്മമ്മ ഇവിടെ കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ടേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് യാതൊരു വിധ പണിയുമില്ല. എൻ്റെ പ്ലേറ്റ് വരെ ഞാൻ കഴുകാറില്ല കേട്ടോ. ഇവിടെ ഒരു സ്പെഷ്യൽ റൂമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പണ്ട് കാലത്തൊക്കെ പഴമൊക്കെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചൊരു റൂമാണ് ഇത്. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. ഇപ്പം ഈ കാണിക്കുന്നത് ബാക്ക് സൈഡാണ്. അതാണ് അമ്മേൻ്റെ ആല. അവിടെ ഇപ്പോൾ ഒരു പശു ഉണ്ട്. നമ്മൾ ശരിക്കുള്ള റോഡ് പ്രകാരം മുകളിൽ നിന്ന് താഴേക്കാട്ടോ വരുന്നത്. അതായത് ബാക്ക് സൈഡിൽ കൂടിയാണ് വഴിയുള്ളത്. വഴി ഇപ്പൊ ശരിക്കും അങ്ങോട്ട് വെട്ടിയിട്ടൊന്നുമില്ല. അനിയന്റെ കാറൊക്കെ ആ മുകളിലാട്ടോ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞാൻ പഴം പഴുപ്പിക്കാനുള്ള വെക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞത്. ഇവിടെ കടവാതിലൊക്കെ ഉണ്ട് കേട്ടോ. വവ്വാലുകളൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഇങ്ങോട്ടൊന്നും ആരും നോക്കാൻ പോലും വരലില്ല കേട്ടോ. അവരെന്നെ പേടിച്ചു പോയി. എന്താ ഒരു വെളിച്ചം എന്ന് കണ്ടിട്ട് എനിക്കും പേടിയായേ. ഇത് കണ്ടോ, ഇതൊരു കുഴിയാണ് കേട്ടോ. ഞാനും ഇപ്പൊ ക്യാമറേന്റെ ഉള്ളിൽ കൂടിയാണ് കാണുന്നത്. നമുക്ക് ശരിക്ക് കാണാൻ പറ്റൂല. അമ്മേ ഒരു വവ്വാൽ എൻ്റെ അടുത്ത് കൂടി അങ്ങ് പോയി.
പണ്ട് അടുത്തൊക്കെ എവിടെയെങ്കിലും കല്യാണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പഴമൊക്കെ പഴുപ്പിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവെക്കുന്നൊക്കെ ചിറ്റ പറഞ്ഞു കേട്ടോ എന്നോട്. ഇതൊക്കെയാണ് വീടിന്റെ ഒരു സൈഡ്. ഈ സൈഡ് കൂടിയാണ് നമ്മളിപ്പോൾ കയറുക. ചുറ്റുമൊക്കെ മഴ തീരെ കിട്ടിയിട്ടില്ല ഇങ്ങോട്ടേക്ക് മഴ. അതുകൊണ്ട് തന്നെ നല്ല ഉണങ്ങിയ പോലെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ മരങ്ങള്, നല്ല രസമാണ് കേട്ടോ ഇവിടെ. ഇതാണ് അമ്മേന്റെ പശുവാണ് അത്. ഈ തോടൊക്കെ മഴക്കാലത്ത് നിറഞ്ഞൊഴുകും. എന്നിട്ട് ഈ വയലൊക്കെ ശരിക്കും ഫുൾ പുഴ പോലെയാവും. അപ്പൊ നമ്മളെ മേളിൽ നിന്നുള്ള ജനലിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ ഒരു കടല് പോലെ ഉണ്ടാവും. നല്ല രസാണേ. ഇത് കണ്ടില്ലേ കൊറ്റികള്. ഫുൾ ആൾക്കാർ ഇവിടെയൊക്കെ പശുവിനെ മേയാൻ വിടും കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞാലാണ് പശുവിനെയൊക്കെ ഇറക്കി കെട്ടുക. ഈ വയലൊക്കെ പണ്ട് മുത്തശ്ശന്റെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുത്തശ്ശനൊക്കെ അന്ന് ഇങ്ങനെ വാഴക്കൊലയ്ക്ക് അവിലിനൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ എഴുതി കൊടുക്കുക പോലും ചെയ്തത്. അങ്ങനെയൊക്കെ ഒരു ടോക്ക് ഞാൻ കേട്ടു. ഇതിലെയൊക്കെ മഴക്കാലത്ത് നടക്കാൻ ഭയങ്കര രസമാണ്. മറ്റേ വീഡിയോയിൽ മഴക്കാലത്ത് വെള്ളമുള്ള വീഡിയോ ഉണ്ട് കേട്ടോ. ഇതില് ഇപ്പോൾ വയലൊക്കെ ഉണങ്ങി കൃഷിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. നമ്മൾ വന്നത് ശരിക്കും ഇവിടുത്തെ ഉത്സവം ഒന്ന് തൊഴണം എന്നുള്ളത് തന്നെയാണേ. നമുക്ക് വേറെ പരിപാടിയുണ്ട്. അതുകൊണ്ട് തൊഴുതിട്ട് തെയ്യം കാണാൻ നിൽക്കുന്നില്ല. തെയ്യം തുടങ്ങാൻ 3-ാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ തോറ്റം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മളെ വീടിന്റെ മുന്നിലുള്ള വയലാണേ. ഈ വയൽ നമ്മളതല്ല കേട്ടോ. നല്ല വെയിലത്ത് ഇരുന്ന് ബോറടിച്ചപ്പോൾ നമ്മളിങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ ചേച്ചിമാര്, അതായത് തൊഴിലുറപ്പിന്റെ ചേച്ചിമാര് ഈ തോടൊക്കെ നല്ല ക്ലീൻ ആക്കാൻ പോവുക കേട്ടോ. ഇഷ്ടംപോലെ വേസ്റ്റ് ഉണ്ടായിരുന്നു. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും അല്ല കേട്ടോ കത്തിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മമ്മ ഇവളോട് കുളിച്ച് റെഡിയായി വന്നിട്ട് പൂവിടണം. ഒരു പ്രത്യേക തരം പൂവാണേ, അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ 3 തവണ അമ്മമ്മമാര് നമ്മൾക്ക്, അതായത് കുഞ്ഞുവിന്റെ അമ്മമ്മ, എൻ്റെ അമ്മ, നമ്മളെ കയ്യിൽ ഇങ്ങനെ തരും. എന്നിട്ട് അത് നമ്മൾ പീഠത്തിൽ ഇങ്ങനെ വെക്കണം. അതെന്തോ കാമനെ വരവേൽക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് കേട്ടോ. പൂരത്തിനാണ് ഇത്. കാസർഗോഡ്, കണ്ണൂർ ഭാഗങ്ങളിലേക്കുള്ള എല്ലാ വീട്ടിലും ഉള്ള ഒരു ചടങ്ങാണ്. നമ്മളെ വീട്ടിൽ ഇത്രേ കുറവാണ്, മറ്റുള്ള വീടുകളിൽ കുറേ അധികം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അമ്മ. വയനാട്ടിലേക്കൊന്നും ഇല്ല കേട്ടോ ഇത്. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഒരു പ്രാവശ്യം എന്തോ ഇട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞുവിൻ്റെത് ഇപ്പൊ 2-ാമത്തെ തവണയാണ് കേട്ടോ. അമ്മ നോക്കുകയാണേ ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നേന്ന്. ആ പൂവ് ഞാനിപ്പോ കാണിച്ചു തരേ. ഇത് അമ്മ റെഡിയാക്കി വെച്ചതായിരുന്നു. നാളത്തേക്കുള്ള പൂവാണിത്. ഇതിങ്ങനെ ഒരു കൊലയായിട്ടാണ് ഉണ്ടാവുക. ഇതെന്തോ ഒരു ഉണങ്ങിയ പോലത്തെ ഒരു പൂവാണേ. ഒരു ചെറിയ നല്ലൊരു മണമുണ്ട്. കുത്തുന്ന മണമല്ല, ഒരു ഇളം മണം. അതിങ്ങനെ ഇറന്ന് ഓരോരോ പൂക്കളാക്കണം. എന്നിട്ട് വേണം നമ്മൾ അത് ഇടാൻ. അപ്പൊ നാളേക്കും കൂടിയേ വേണ്ടൂ. അതിന്റെ ഡ്യൂട്ടി ഇപ്പൊ നമുക്കാണ് കേട്ടോ കിട്ടിയത്. ഇത് ശിവഭഗവാന്റെ ജടയാണ് എന്നൊക്കെയാണ് സങ്കല്പിക്കുന്നത്. ഈ സമയത്ത് മാത്രമേ ഈ പൂവ് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കണം ഈ പൂവ് ഈ ചടങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ചടങ്ങിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ലേ. ഇത് ഈ പൂവിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞയക്കുക കേട്ടോ ചെയ്യുക. 3-ാമത്തെ ദിവസം 3-ാമത്തെ പീഠത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പൂവ് റെഡിയാക്കുന്നത്. അമ്മ പറയുന്നത് ഈ പൂവ് ഇപ്പൊ കിട്ടാനേ ഇല്ല. അപ്പോൾ ഇത് വേറെ ആരോടോ കുറച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് വാങ്ങിയതാണ്. നമ്മളുടെ സ്ഥലത്തിന്റെ മേലേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വള്ളിയൊക്കെ ഉണങ്ങിപ്പോയി എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. ഇതിനി ഇങ്ങനെ 3-ാമത്തെ ദിവസം ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ പീഠം കാണാൻ പാടൂല പോലും. അതൊക്കെ എന്തൊക്കെയോ ഈ ചടങ്ങിന്റെ ഭാഗങ്ങളാണേ. ആദ്യത്തെ ദിവസം ഇട്ടതും 2-ാമത്തെ ദിവസം ഇട്ടതും ഒരുമിച്ച് ഈ കൊട്ടയിൽ വാരി വെച്ചിരിക്കുകയായിരുന്നേ. ഇനി ഇത് വാരൂല കേട്ടോ. ഇതിപ്പോ 3-ാമത്തെ ദിവസം ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ഒഴിച്ചു വെക്കും. എന്നിട്ട് ഈ പീഠം കാണാതെ എല്ലാം ഇങ്ങനെ ഇതാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അമ്മ പറയുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൂവ് തീരെ ഇല്ല, കുറേ പൂവുണ്ടാവും, അപ്പൊ തീരെ പീഠമൊന്നും കാണൂല, ഇതിങ്ങനെ കൂട്ടി വെക്കണം, അങ്ങനെയാണ് പറയുന്നത്. എന്ന് വെച്ചാല് ഒരു മല പോലെ ആക്കി വെക്കണം എന്നാണേ. എൻ്റെ അച്ഛൻ്റെ വീടാണ് വയനാട്. അവിടെ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു കുടിയേറി പാർത്തവരാണല്ലോ കൂടുതലും വയനാട്ടില്. അതുകൊണ്ടായിരിക്കും കൂടുതൽ ചടങ്ങുകളൊന്നും ആ കുടിയേറിയവരെ കൂടെ അങ്ങോട്ട് വന്നില്ല എന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ലേ. പക്ഷെ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ വീട്
ഈ കണ്ണൂർ ഭാഗത്ത് തന്നെയാണ്. മുത്താച്ചിയും ഇതുപോലെ ഒന്നും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണേ. നമ്മളെ വെള്ളം കുളത്തിൽ നന്നായിട്ട് താന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ഓവുചാല് പോലെയുണ്ട്. അതിന്റെ താഴേക്ക് താന്നിട്ടുണ്ടെങ്കിലാണ് വെള്ളം കുറയാൻ തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. അത് കഴിഞ്ഞാൽ പിന്നെ പിടിച്ച കിട്ടൂല കേട്ടോ. പെട്ടെന്ന് 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 താഴ്ന്ന് ഇപ്പൊ തന്നെ പട തീർന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു പടയും കൂടിയേ ഉള്ളൂ. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. എല്ലാവരും പശുവിനെയൊക്കെ അഴിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഉള്ള നോക്കുകയാണേ. പുല്ലരിയുക. അത് ആ ദൂരെ കാണുന്നത് പൊന്നുവേട്ടനാണ് കേട്ടോ. തൊട്ടപ്പുറത്തുള്ളതാണേ. ഈ ഭാഗത്ത് തന്നെ അത് ആ പൊട്ടുപോലെ കാണുന്നത് അമ്മയാണ്. ഇപ്പുറത്ത് പൊന്നുവേട്ടൻ പുല്ലരിയുന്നുണ്ട്. അതേപോലെ തന്നെ അമ്മയും അവിടുന്ന് പുല്ലരിയുന്നുണ്ട്. കുറച്ചിപ്പുറത്തേക്ക് വേറെയും കുറേ പേരുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, അവിടെയൊക്കെ ആൾക്കാരുണ്ട്. വയലിലുള്ള ഏതോ ഒരു പ്രത്യേകതരം പുല്ലാണ് എല്ലാവരും എടുക്കുന്നത്. എല്ലാ പുല്ലും പശുവിന് കൊടുക്കാറില്ല കേട്ടോ. ഈ വയലൊക്കെ ഇങ്ങനെ കാലിയായി കിടക്കുന്ന നോക്കണ്ടേ. ഇവിടെയൊക്കെ കൃഷി ഇറക്കുന്നതാണ്. വെയിലാറുമ്പോഴാണ് പശുവിനെയൊക്കെ അങ്ങോട്ട് കെട്ടുക. ഇനിയിപ്പോൾ അഴിച്ചു കൊണ്ടുവരാനുള്ള സമയമായി കേട്ടോ. കുളത്തിന്റെ അവിടുന്ന് നോക്കിയാൽ നമ്മളെ വീട് വാഴയൊക്കെ ആയിട്ട് കാണുമൊന്നുമില്ലേ. ആ ഷീറ്റ് പോലെ മറച്ചത് അവിടെ ചെറിയൊരു ചോർച്ചയുണ്ട്. അതുകൊണ്ട് അതൊന്നും നന്നാക്കാനൊന്നും ഇനി ആവൂല. അതുകൊണ്ടാണ് ഷീറ്റ് ഇട്ട് മറച്ചത്. താൽക്കാലികം ആയിട്ട് അത് തന്നെയാണ് ബെറ്റർ. അല്ലെങ്കിൽ മരമൊക്കെ മുറിച്ച് കഴുക്കോലൊക്കെ ഇടേണ്ടി വരും. 4 കെട്ടിന്റെ രണ്ടാമത്തെ നിലയാണ് ഇത്. ഇവിടുത്തെ പ്രധാന വെളിച്ചം എന്ന് പറയുന്നത് ഈ 4 കെട്ട് തന്നെയാണ്. വലിയൊരു കൽച്ചട്ടിയാണ് കേട്ടോ. ഇത് എൻ്റെ കാലിന്റെ മുട്ടിന്റെ അത്ര വരെ ഉണ്ട്. അത്രയും വലുതാണേ. അത്രയും ആളുകൾ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലത്തെ 2-3 കൽച്ചട്ടി ഉണ്ട് കേട്ടോ വേറെ. രാത്രിയായപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഇവിടെ ഇന്നൊരു നാടകമുണ്ട് കേട്ടോ. ഫസ്റ്റ് ഡേ ഒരു നാടകമാണ്. ആലപ്പുഴയുള്ള ഏതോ ഒരു ടീമിന്റെ നാടകമാണ് കേട്ടോ. നാടകം കാണാൻ വന്നിരിക്കുന്ന ആളുകളാണ് ഇത് മുഴുവൻ. 8:30 തുടങ്ങും എന്ന് പറഞ്ഞ നാടകം തുടങ്ങാൻ തന്നെ ഏകദേശം 10 മണിയായിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആരും എഴുന്നേറ്റ് പോയില്ല കേട്ടോ. അതൊക്കെ കണ്ട് വന്ന് കിടന്നപ്പോൾ നല്ല ലേറ്റായി. രാവിലെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ എണീറ്റ്. സൂര്യനൊക്കെ ഇതവിടെ എത്തിപ്പോയി. അപ്പോഴാണ് ഞാൻ എണീറ്റത്. പക്ഷേ എൻ്റെ അമ്മമ്മ പതിവ് പോലെ മറ്റേ വീഡിയോയിലും കാണാം, അമ്മമ്മ എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇത്. രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കുന്ന റൂമിൽ വെക്കാനുള്ള പടിഞ്ഞാറ്റ എന്നാണേ പറയുക, അതിനുള്ള പൂക്കൾ പറിക്കുക. അമ്മമ്മേൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെയാണ് കേട്ടോ തുടങ്ങുക. നമ്മളെ കുളമൊക്കെ ഇങ്ങനെ നല്ല രാവിലെ കാണാൻ നല്ല രസാട്ടോ. മൊത്തം പായലൊക്കെ മൂടിയതാണ്, പക്ഷെ നല്ല ഭംഗി. ഇതിൽ നിറയെ വലിയ വലിയ മീനുകളുണ്ട്. നമ്മൾ വരുമ്പോഴത്തേക്ക് ഈ മീന് ഓടി ഒളിക്കും. പെട്ടെന്ന് ഉള്ളിലേക്ക് അങ്ങ് പോവുക കേട്ടോ ചെയ്യുക. വലിയ 3-4 മീനുകളുണ്ട് ഇതിൽ കൂടി അതിൽ കൂടിയൊക്കെ നടന്നിട്ടും വാമാവാത്തത് കൊണ്ട് ഇന്ന് മിറ്റമൊക്കെ ഞാനാണ് അടിച്ചു വാരിയത്. ഇവിടെ വന്ന എനിക്ക് ഒരു പണിയില്ല. അപ്പം എനിക്ക് എന്തൊക്കെയോ ഒരു വിമ്മിഷ്ടം. അതുകൊണ്ട് ഞാനാണ് ഇന്ന് മിറ്റമൊക്കെ അടിച്ചു വാരിയേ. കുറച്ച് അടിച്ചു വാരാനുണ്ട് കേട്ടോ നല്ലോണം. കുറേ ഇലകളും കൊഴിയാറുണ്ടേ. അതൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയപ്പോൾ അമ്മമ്മ പൂവൊക്കെ പറിച്ച് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടേ. എന്നിട്ട് അമ്മമ്മ ഇപ്പൊ പുറത്തേക്കൊന്നും പോവാറില്ല, അമ്പലത്തിലേക്കും പോവാറില്ല. അപ്പൊ അമ്മമ്മേന്റെ അമ്പലം പോലെയാണ് പടിഞ്ഞാറ്റ സൂക്ഷിക്കുന്നത്. അമ്മമ്മക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം വേഗം വേഗം ചെയ്തു വെക്കും കേട്ടോ. ഇങ്ങനെ മടി പിടിച്ചൊന്നും ഇരിക്കൂലേ. ഇപ്പൊ കൂട്ടാനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചു വെക്കുകയാണേ. ഇന്ന് പൂവിടുന്നത് ഞാനാണ് കേട്ടോ. കുഞ്ഞു നല്ല ഉറക്കാണേ, എഴുന്നേറ്റിട്ടില്ല. ഇത് രാവിലെ തന്നെ ചെയ്യേണ്ടതായതുകൊണ്ട് അവളെ വിളിച്ചെണീപ്പിച്ചില്ല. അമ്മ ഓരോ കൂനേന്റെ മേലിലും മറ്റേ പൂവൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടേ. ഇനി ഞാൻ ഈ 3-ാമത്തെ പീഠത്തില് പൂവിടണം. അതിനുള്ള പൂവാണത്. കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഈ വിളക്കൊക്കെ കത്തിച്ച് ആ പൂവ് ഞാൻ കുളിച്ച് ഇതൊക്കെ ആക്കി വന്നതാണേ. എന്നിട്ട് വേണം ഈ പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരമാണ് നമ്മൾ പറഞ്ഞയക്കുക. നേരത്തെ കണ്ടില്ലേ, ഇലയുടെയോ അല്ലെങ്കിൽ ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം കേട്ടോ നമുക്കിനി വൈകുന്നേരം പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. അടുത്ത പൂരത്തിന് വരണേന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞയക്കുക. ഞാൻ പൂവൊക്കെ ഇട്ടിട്ടുണ്ടേ, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ 2-ാമത്തെ ദിവസം നട്ടുച്ചയായപ്പോൾ നമ്മളിങ്ങനെ ഒരു കാവ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ കാവ് എന്തൊക്കെയോ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ്. അവിടെ ഉത്രത്തിന്റെ അന്ന് ഒരു ചെറിയ ചടങ്ങൊക്കെ നടക്കുന്നതായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം അതില്ല.
അപ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയാണ് മെയിൻ്റനൻസ് വർക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണെ. നല്ല വെയിലാട്ടോ, നല്ല ചൂടുമാണ്. പക്ഷെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് മരങ്ങളായിരിക്കും. അതുകൊണ്ട് നമുക്ക് അവിടെ വെയിലുണ്ടാവില്ല, പോകുന്ന വഴികളാണ് വെയിലുള്ളത്. നമ്മളുടെ അമ്പലത്തിൽ തൊഴുതിട്ടുണ്ടെങ്കിൽ ഇവിടെയും കൂടി വന്ന് തൊഴുതാലാണ് പൂർണ്ണ ആവുക എന്നാണ് പറയുക. വള്ളി ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു അയ്യപ്പന്റെ ഒരു ചെറിയൊരു കാവാട്ടോ ഇത്. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ എനിക്ക് ഇവിടുത്തെ ചടങ്ങൊക്കെ കാണിച്ചു തരാൻ പറ്റുമേ. അവിടെ ഒരു ഇതുണ്ട്, അവിടെ ഫുൾ വലിയ കോലമൊക്കെ വരഞ്ഞ് ഭയങ്കര ഇതാണ് കേട്ടോ. ഒന്നുമില്ല, ഒരു സ്വയംഭൂവായിട്ടുള്ള ഒരു ചെറിയൊരു കാവാണ് അത്. കാവിൻ്റെ ഒരു വലിയൊരു പാറയും കൊണ്ട് ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. എന്നെ കണ്ട് പേടിച്ചോടിയ ഒരു ഉടുമ്പിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കാവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ആൾക്കാരുടെ വാസകേന്ദ്രമാണ്. പാമ്പ്, ഉടുമ്പ് അങ്ങനെയുള്ളവരുടെയൊക്കെ. അപ്പം ഇങ്ങനെ ഈ നട്ടുച്ച സമയത്തൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരാനൊന്നും പാടില്ലായിരുന്നു. ഞാൻ മാത്രമല്ല കേട്ടോ ഉള്ളത്, കുഞ്ഞും ഉണ്ട്, ചിറ്റയും ഉണ്ട്. ചിറ്റയെ മുൻകൈ എടുത്തിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് പേടിക്കാനില്ല. കാവുകൾ എപ്പോഴും അതിനെ അതേപോലെ സംരക്ഷിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. ഒരുപാട് നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗിയും ചൈതന്യമൊക്കെ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുവേ. ഇവിടെ അങ്ങനത്തെ ഓവർ മെയിൻ്റനൻസ് വർക്കൊന്നും നടന്നിട്ടില്ല. ഇത് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് നിലമൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ട്. ആ ഇൻ്റർലോക്ക് അതൊക്കെ ആവശ്യമുള്ളതാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ബാക്ക് സൈഡാട്ടോ. തുണികളൊക്കെ ആറിയിട്ടിട്ടുണ്ടേ, ഒന്നും നോക്കണ്ട. അമ്മേൻ്റെ പശുവിൻ്റെ പുല്ലിലേക്ക് വെള്ളം തെറിക്കാതിരിക്കാനാണ് ഒരു സാരി കൊണ്ട് അവിടെ മറച്ചിരിക്കുന്നത്. പക്കാ നാട്ടിൻ പ്രദേശമാണ് കേട്ടോ ഇത്. ഇതാണ് ഞാൻ. എൻ്റെ എത്ര വയസ്സിലുള്ളതാണെന്ന് എനിക്കിപ്പോൾ പറഞ്ഞുതരാൻ അറിയില്ല. അമ്മാവൻ്റെ അമ്മായിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് എടുത്ത ഫോട്ടോയാട്ടോ ഇത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ യാതൊരു പങ്കുമില്ല കേട്ടോ. അമ്മായിയും കൂടിയാണ് ഇതിൻ്റെയൊക്കെ ആള്. അമ്മായിയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്, കൂട്ടുന്നത്. ഞാൻ വെല്ലത്തിൻ്റെ പാവ് ഒഴിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ എൻ്റെ ഒരു സാന്നിധ്യം അതിലുണ്ട്. ഇത് അമ്പലത്തിലേക്ക് ഒരു വരവുണ്ടായിരുന്നു. സദ്യ കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ അതിനുള്ള കലവറ നിറയ്ക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങാണ് കേട്ടോ. ഇവര് കുറേ ദൂരേന്ന് ഇതുപോലെ കൊട്ടയില് തലയിൽ ചുമന്നിട്ട് ഇവിടെ കൊണ്ട് പച്ചക്കറി സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെക്കും. അതൊരു ചടങ്ങാണ്, നമ്മളെ ഉത്സവത്തിന്റെ ഒരു ചടങ്ങാണ് കേട്ടോ. അത് ചടങ്ങുമാണ്, ഒരു പരസ്യവുമാണ്. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു പരസ്യം കൂടി ആയല്ലോ. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഒരു ചടങ്ങ് മിസ്സായി പോയേ. ഇവർ വരുന്നത് നോക്കി നിന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് വേറെ ഒരു ചടങ്ങ് എനിക്ക് മിസ്സായി പോയി. അത് ഇനി ഒരു 3 വർഷം കഴിഞ്ഞിട്ടേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ. വയലിൽ കൂടി ഇങ്ങനെ വന്ന് ചൂടുള്ള ചോറ് വാരുന്ന എന്തോ ഒരു ചടങ്ങാണ്. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, പറഞ്ഞ കേട്ടതാണേ. അതെനിക്ക് കാണാനും പറ്റിയില്ല കേട്ടോ. ഒരു കുളത്തിൻ്റെ അവിടെ നിന്നിട്ട് നല്ല ചൂടുള്ള ചോറ് വാരി എടുക്കും എന്നാണ് പറഞ്ഞത്. ഒരു പുഴ കടന്നിട്ട് ആണ് കാമനെ നമ്മൾ പറഞ്ഞയക്കുക. അപ്പം നമ്മൾ സന്ധ്യയായപ്പോൾ പറഞ്ഞു വിട്ടിട്ടുണ്ടേ. ഇതിൻ്റെ കൂടെ ഉണ്ണിയപ്പവും ആ പൂവിൻ്റെ ഉള്ളിൽ ഉണ്ണിയപ്പവും പുഴ കടക്കാനുള്ള പൈസയും വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു ചടങ്ങാണേ. വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ട് കൂയി എന്നുള്ള ഒരു സൗണ്ടും ഉണ്ടാകും കേട്ടോ. പടിഞ്ഞാറ്റേന്ന് നമ്മൾ ഈ മരത്തിന്റെ അവിടം വരെ, നമ്മൾ മാത്രമല്ല അവിടെ നിന്നൊക്കെ കുറേ സ്ഥലത്തുനിന്ന് കൂവൽ ഇങ്ങനെ കേൾക്കുവേ. അതൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഇന്ന് ഗുരുതിയാണേ, വലിയ ഗുരുതി എന്നാണ് പറയുക. ഇത് നമ്മളുടെ തെയ്യം തുടങ്ങുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ചടങ്ങാണ്. അപ്പൊ ഇത് 12 മണി വരെ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നേ. കുറേ ഉരുളിയിൽ ചുണ്ണാമ്പൊക്കെ കലക്കിയിട്ടുള്ള ഒരു വെള്ളം വെച്ചിട്ട് അത് ചോരയായിട്ടാണ് കേട്ടോ സങ്കല്പിക്കുന്നത്. നമ്മളുടെ അമ്പലത്തിൽ കോഴിയറവ് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിന് പകരമായിട്ട് നടത്തുന്ന ഭദ്രകാളിക്ക് കൊടുക്കുന്ന എന്തോ ഒരു ഇതാണ് ഇത്. അങ്ങനെയാണ് അതിൻ്റെ ചടങ്ങ് വരുന്നത്. അങ്ങനെ ഇതൊക്കെ കണ്ട് അന്നത്തെ ദിവസവും കഴിഞ്ഞു കേട്ടോ. പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ടേ. ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് ഇന്നലത്തേനേക്കാളും. ഇന്ന് ഞാൻ ഇവിടുന്ന് പോകുന്ന ദിവസമാണ് കേട്ടോ. 3-ാമത്തെ ദിവസം ഞാൻ ഇവിടുന്ന് പോവുകയാണേ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ മീനിനെ കാണിച്ചു തരാന്ന്. അത് ഇതാ ഈ പടിയിൽ തന്നെ ഉണ്ടായിരുന്നേ. ഒരു കറുത്ത ഒരു മീനാണ്. അതിൻ്റെ പേരെനിക്കറിയില്ല, എന്തോ ഉണ്ടായിരുന്നു.
കഴിക്കുന്ന ഒരു മീനാണ് കേട്ടോ. അത് നമുക്ക് കഴിക്കാൻ പറ്റും. ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം ഇവിടെ ഇന്ന് ആവിയിലപ്പമാണേ. ആവിയിലപ്പവും അതെ കണ്ണൂർ കാസർഗോഡ് മാത്രമുള്ള ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അത്. അത് വൈകുന്നേരം ആകുമ്പോൾ മുറിച്ചിട്ടിട്ട് വേറെ എന്തെങ്കിലും ആക്കുകയും ചെയ്യുവേ. ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ അരിമാവ് ദോശ മാവിന്റെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അത് ഇഡ്ഡലി തട്ടില് ഇഡ്ഡലി പോലെ ഒഴിക്കാതെ മറ്റേ ഒരു ഓട്ടയുള്ള ഒരു തട്ടില്ലേ അതില് ഇലയൊക്കെ വിരിച്ചിട്ട് ഒന്നാകെ ഒഴിക്കും. അതാണ് ആവിയിലപ്പം. അത് എന്നിട്ട് നമ്മളിങ്ങനെ കേക്കിന്റെ കഷ്ണം പോലെ മുറിച്ചെടുക്കുക. സമയമില്ലാത്തത് കൊണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. പക്ഷെ എളുപ്പമാവൊന്നുമില്ല. ഒഴിച്ചവിടെ വെച്ചാല് തീ കത്തിക്കണം. കുറേ സമയം തീ കത്തിച്ചാലേ ഇതിൻ്റെ ഉള്ളൊക്കെ ഉണങ്ങി അല്ല വെന്ത് കിട്ടുള്ളൂ. അതിൻ്റെ നല്ല കൂട്ടൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചുട്ട മുളകാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ വറുത്തെടുത്തതാണ്. ചുടാൻ പറ്റില്ല എന്ന് അമ്മമ്മ പറഞ്ഞു. മുളക് കരിഞ്ഞു പോകും ഭയങ്കര തീയുള്ളത് കൊണ്ട്. എന്നിട്ട് ഈ മുളക് ഇങ്ങനെ ഉടച്ച് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ചാലിച്ച് കഴിക്കുക. അത് കുത്തിയിട്ട് കഴിക്കുക. ഈ മുളകിന് ഭയങ്കര എരിവായിരുന്നു കേട്ടോ. ആവിയിലപ്പം ഉണ്ടാക്കുന്ന അരിക്കും ചെറിയൊരു വ്യത്യാസമുണ്ട്. പച്ചരി അല്ല കേട്ടോ എടുക്കുക. ഞാൻ നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ കുറച്ച് തൈര് ഒഴിച്ചു കേട്ടോ അതില്. എന്നിട്ട് എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിത് മുഴുവൻ കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ആവിയിലപ്പം. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ആവിയിലപ്പം. ഇവിടെ വന്നാൽ മാത്രമേ എനിക്കത് കഴിക്കാൻ കിട്ടുള്ളൂ. വേറെ എവിടെയും ഉണ്ടാക്കാറില്ല. അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുളത്തിൻ്റെ അടുത്ത് തന്നെ ഒരു മാവുണ്ട്. അവിടേക്ക് വന്നു. അവിടെ ഇഷ്ടം പോലെ മാങ്ങകളുണ്ട്. നല്ല നാട്ടു മാങ്ങയാട്ടോ. പക്ഷെ മധുരമായി വരുന്നതേ ഉള്ളൂ. ഇഷ്ടം പോലെ പൊഴിഞ്ഞു വീണിട്ടുണ്ടേ. ഇവിടെ ഒരു 2 ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ഒരു നാട്ടിൻ പുറത്തുള്ള ആളെ പോലെ ആവും കേട്ടോ. എത്ര സിറ്റിയിൽ നിന്ന് വന്നയാളും ഇങ്ങനെ കുട്ടിക്കാലത്തേക്കൊക്കെ പോകുന്ന ഒരു ഓർമ്മ വരും കേട്ടോ. മാങ്ങ പറിക്കാൻ പോവുക, മാങ്ങ പെറുക്കുക, വയലിൽ കൂടി നടക്കുക, കുളത്തിൽ കുളിക്കുക, അങ്ങനെ. ഞാൻ അധിക ദിവസമൊന്നും ഇവിടെ നിൽക്കാറേ ഇല്ല. പക്ഷെ നിൽക്കുന്ന ദിവസമൊക്കെ നല്ല ഓർമ്മകളായിരിക്കും കേട്ടോ. നല്ല ഭക്ഷണം. അമ്മമ്മയൊക്കെ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് അമ്മമ്മേന്റെ ഭക്ഷണത്തിനൊക്കെ. അമ്പലത്തിൽ വന്നിരുന്നേ തൊഴാൻ വേണ്ടിയിട്ട്. അമ്പലക്കുളമൊക്കെ കുറെ വെള്ളമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അമ്പൽപ്പൂവും താമരയൊക്കെ ഉണ്ട് കേട്ടോ അതില്. ഇവിടെ നമ്മളെ കോഴിക്കോടിനേക്കാളും ഭയങ്കര ചൂടാണേ. ഈ വെള്ളവും കൂടി വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തീരെ നിൽക്കാൻ പറ്റൂല കേട്ടോ. എൻ്റെ അമ്മമ്മ വീട്ടിലെ വിശേഷമൊക്കെ തൽക്കാലം ഞാൻ നിർത്തുകയാണേ. ഇന്ന് പുളിങ്കറിയാട്ടോ ഉച്ചത്തേക്ക്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്കുള്ള ട്രെയിനിന് കയറി കോഴിക്കോടേക്ക് തിരിച്ചു പോവേ. അമ്മമ്മേൻ്റെ കറീൻ്റെ സ്വാദ് ഇപ്പോഴും നാവിലുണ്ട് കേട്ടോ.